18 വർഷത്തോളം തളർവാദം പിടിച്ച് 2 കാലുകളും ചലിക്കൂല, നടക്കാൻ കഴിയൂല. ആ ആളെ ഒരിക്കൽ മഹാനായ സി.എം. വലിയുള്ളാന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. ഈ 2 കാലും കുഴഞ്ഞുപോയ മനുഷ്യനെ 2 ആളുകൾ ഇങ്ങനെ താങ്ങിപ്പിടിച്ച് മഹാനായ സി.എം. വലിയുള്ളാന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. ആ മനുഷ്യനോടാണ് പറയുന്നത്, എഴുന്നേറ്റ് നടക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ നടന്നില്ല, എഴുന്നേറ്റില്ല. രണ്ടാമതും പറഞ്ഞു, എഴുന്നേറ്റ് നടക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ പരിസരത്തുള്ള ആ 2 ആളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, എന്ത് ചെയ്യണം? കാരണം നടക്കാൻ കഴിയൂലല്ലോ, എന്ത് ചെയ്യണം? മൂന്നാമത് മഹാനായ സി.എം. വലിയുള്ളാഹി അവിടുന്ന് വലിയ ഗൗരവത്തോടെ പറഞ്ഞു, നിങ്ങളോടാണ് പറഞ്ഞത് എഴുന്നേറ്റ് നടക്കാൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ 2 ആളുകളും ഈ മനുഷ്യനങ്ങ് എഴുന്നേറ്റ് നിൽപ്പിച്ചു. എഴുന്നേറ്റ് നിന്ന് നോക്കി, നടക്കാൻ പറഞ്ഞു. ആ മനുഷ്യൻ നടന്നു. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യന്റെ കാലിന് നല്ല ശക്തി വന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ ഖുത്ബുൽ ആലം സി.എം. വലിയുള്ളാഹി സുബ്ഹാനല്ലാഹ് അവിടുന്ന് ഒരൊറ്റ വാക്കുകൊണ്ട് പല അത്ഭുതങ്ങളും നമ്മളുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് മഹാനവറുകളുടെ തവസ്സുൽ നമ്മൾ ഇങ്ങനെ ചെല്ലുമ്പോ, കമ്മരീലിൽ ഖദ് അതാഹു കാമിലു ശിഫാ ബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മദബുർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വലിയ വലിയ രോഗമുള്ള ആളുകൾ എല്ലാ ചികിത്സയും നടത്തി, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഒരു നിലക്കും ഇനി ഇത് മാറുകയില്ല എന്ന മനോസ്ഥിതിയിലെത്തിയതിന് ശേഷമാണ് പലപ്പോഴും മഹാനായ സി.എം. വലിയുള്ളാന്റെ മുന്നിലെത്തുന്നത്. ആ തിരുസവിധത്തിൽ എത്തുമ്പോ, കമ്മരീലിൽ ഖദ് അതാഹു കാമിലു ശിഫാ ബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മദബുർ വലി. ഒരൊറ്റ വാക്കുകൊണ്ട് മാറാ രോഗമങ്ങ് ശമിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരൊറ്റ വാക്കുകളിൽ നടക്കാത്തവനെ എഴുന്നേറ്റ് നടപ്പിക്കുകയാണ്. ഒരൊറ്റ വാക്കുകളിൽ ക്യാൻസർ മാറ്റിക്കൊടുക്കുകയാണ്. ഈ രൂപത്തിലുള്ള വലിയ അത്ഭുതങ്ങൾ ധാരാളമായിട്ട് കാണാൻ കഴിയുന്നു മഹാനായ സി.എം. വലിയുള്ളാഹിയുടെ തിരുജീവിതത്തില്. സുബ്ഹാനല്ലാഹ്. ആ ഭാഗം പറയാൻ തുടങ്ങിയാൽ ധാരാളം സമയം സംസാരിക്കാനുള്ള ഭാഗങ്ങൾ, കഥകൾ ധാരാളം ആളുകൾക്ക് അറിയാം. സുബ്ഹാനല്ലാഹ്. 18 വർഷത്തോളം തളർവാദം പിടിച്ച് 2 കാലുകളും ചലിക്കൂല, നടക്കാൻ കഴിയൂല. ആ ആളെ ഒരിക്കൽ മഹാനായ സി.എം. വലിയുള്ളാന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. അങ്ങനെ മഹാനവറുകളുടെ അടുക്കലെത്തി. മമ്മൂട്ടി മൂപ്പനുള്ള വീട്ടിലാണ് സി.എം. വലിയുള്ളാഹി തങ്ങളുള്ളത്. ധാരാളം ആളുകളുണ്ട്. ആ ആളുകൾക്കിടയിൽ ഈ 2 കാലും കുഴഞ്ഞുപോയ മനുഷ്യനെ 2 ആളുകൾ ഇങ്ങനെ താങ്ങിപ്പിടിച്ച് മഹാനായ സി.എം. വലിയുള്ളാന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പറഞ്ഞു, താങ്ങിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന് 2 കാലിനും ശേഷിയില്ല, തളർന്നു പോയതാണ്. സി.എം. വലിയുള്ള പറഞ്ഞു, ഒരു സ്റ്റൂൾ ഇട്ടിട്ട് ആ സ്റ്റൂളിൽ ഇരുത്തൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് 2 പേരും കൂടെ ആ കാല് തളർന്നു പോയ മനുഷ്യനെ സ്റ്റൂളുമ്മൽ ഇങ്ങനെ ഇരുത്തുകയാണ്. ഇരുത്തിയതിന് ശേഷം ഇവര് ഏത് ചികിത്സയാണ് ഇനി ഈ മനുഷ്യന് നടത്തേണ്ടത് എന്ന നിലക്ക് മഹാനവറുകളോട് ചോദിച്ചു. ഇനി ഇംഗ്ലീഷ് ഡോക്ടറെ കാണിക്കണോ, അല്ല ആയുർവേദം കാണിക്കണോ, അല്ല ഒഴിച്ചിൽ നടത്തണോ? ഈ രൂപത്തിലുള്ള ഉപദേശം തേടുമ്പോൾ മഹാനായ സി.എം. വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഏത് ചികിത്സയാണ് നടത്തേണ്ടത് എന്ന് ഉപദേശിക്കുകയല്ല,
ആ മനുഷ്യനിങ്ങ് നോക്കിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് നടക്കണം. 18 കൊല്ലമായി നടക്കാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യന് ഇനി തന്റെ ജീവിതത്തിൽ നടക്കാൻ കഴിയുമെന്ന സകല പ്രതീക്ഷകളും അസ്തമിച്ചിട്ടുണ്ട്. ആ മനുഷ്യനോടാണ് പറയുന്നത്, എഴുന്നേറ്റ് നടക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ നടന്നില്ല, എഴുന്നേറ്റില്ല. രണ്ടാമതും പറഞ്ഞു, എഴുന്നേറ്റ് നടക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ പരിസരത്തുള്ള ആ രണ്ടാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, എന്ത് ചെയ്യണം? കാരണം നടക്കാൻ കഴിയൂലല്ലോ, എന്ത് ചെയ്യണം? മൂന്നാമത് മഹാനായ സി.എം. വലിയുല്ലാഹി അവിടുന്ന് വലിയ ഗൗരവത്തോടെ പറഞ്ഞു, നിങ്ങളോടാണ് പറഞ്ഞത് എഴുന്നേറ്റ് നടക്കാൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ രണ്ടാളുകളും ഈ മനുഷ്യനങ്ങ് എഴുന്നേറ്റ് നിൽപ്പിച്ചു. എഴുന്നേറ്റ് നിന്ന് നോക്കി, നടക്കാൻ പറഞ്ഞു. ആ മനുഷ്യൻ നടന്നു. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യന്റെ കാലിന് നല്ല ശക്തി വന്നിട്ടുണ്ട്, ആ മനുഷ്യന്റെ കാലിന് നല്ല ശേഷി വന്നിട്ടുണ്ട്. ആ മനുഷ്യൻ സുഖമായിട്ട് നടന്നങ്ങ് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. രണ്ട് കാലിന് തീരെ ശേഷിയില്ലാതെ കൊണ്ടുപോയൊരു മനുഷ്യനാണ്. എല്ലാ ചികിത്സയും നടത്തി പരാജയപ്പെട്ടതിന് ശേഷം മഹാനവറുകളുടെ മുന്നിലെത്തിയതാണ്. അപ്പോഴാണ് മഹാനവറുകൾ ഒരൊറ്റ വാക്കുകൊണ്ട് ആ രോഗമങ്ങ് മാറ്റിക്കൊടുക്കുന്നു. ഒരു വാക്കുകൊണ്ട് തന്നെ മഹാനവറുകൾ രോഗം മാറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്. മമ്മൂട്ടി മൂപ്പൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് സി.എം. വലിയുള്ളാന്റെ റൂമിലേക്ക് ആളുകളെ ഇങ്ങനെ കടത്തിവിടുന്നത്. ആ ആളുകളെ ഇങ്ങനെ കടത്തി പിന്നീട് ഈ തളർവാദം പിടിച്ചു പോയ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടും മമ്മൂട്ടി മൂപ്പൻ അകത്തേക്ക് ആളെ വിടുന്നില്ല. കാരണം എന്തേ? ആ റൂമിലേക്ക് ഒരു മനുഷ്യനെ, തീരെ നടക്കാൻ കഴിയാത്തൊരു മനുഷ്യനെ രണ്ടാള് താങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. ആ ആളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കണ്ടില്ല. ആ മനുഷ്യൻ നേരെ നടന്നങ്ങ് ഇറങ്ങിപ്പോയതാണ്. ഇത്രയും വലിയ അത്ഭുതങ്ങൾ മഹാനായ സി.എം. വലിയുല്ലാഹി അവിടുന്ന് ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മളുടെ മുന്നിൽ അങ്ങ് കാണിച്ചു തരുന്നു.